ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരിദാറിലൊക്കെ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെ നോക്കാം. പലരും പല മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പ്രൊഫഷനായിട്ട്, അതായത് വലിയ വലിയ ഫാഷൻ ഡിസൈനേഴ്സും മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ, റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് പേപ്പർ പാറ്റേണിലാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിൽ കാണിക്കുകയാണേ. ഞാനിവിടെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുണി 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കിയിടാം. ഞാനിവിടെ എക്സ്ട്രാ വിഡ്ത്ത് കിട്ടാത്തത് കൊണ്ട് കുറച്ച് പീസ് അവിടെ വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് 1/2 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത്, ഞാനിവിടെ 20 ഇഞ്ചസ് ലെങ്താണ് എടുത്തത്, അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ വരച്ച ആ ലൈനില്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ആ 3 ഇഞ്ചസ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഇപ്പോൾ 34 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 3 ഇഞ്ചസ് കിട്ടും. ആ 3 ഇഞ്ചസ് ആണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും ഇല്ലേ, അതിൽ ഇതുപോലെ വെച്ച് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ചരിച്ചൊരു ലൈൻ വരയ്ക്കണം. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, ആം ഹോൾ റൗണ്ട്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ടിപ്പ് മുതൽ താഴെ ഇങ്ങനെ ടേപ്പ് ചുറ്റിയിട്ട് റൗണ്ട് ചെയ്യില്ലേ, ആം ഹോൾ റൗണ്ട് ഡിവൈഡഡ് ബൈ 2 എത്രയാണ് നമുക്ക് കിട്ടുക. നമുക്കിപ്പോൾ 19 ഇഞ്ചസാണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 9.9 ആ ഒരു ഇത് കിട്ടുമല്ലോ സംതിങ്. അപ്പോൾ നമുക്ക് 9 ഇഞ്ചസ് മതി. അപ്പോൾ 9 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചരിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ച സ്ലോപ്പ് ലൈനിൻ്റെ അതിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.25 കിട്ടും. അപ്പോൾ 2.25 നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ പേപ്പർ പാറ്റേണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ABCD അങ്ങനെ നെയിമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ലൈൻസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലൈനിൽ മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റിലും 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്തു. തേർഡ് പോയിന്റിൽ താഴേക്ക് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റ് എല്ലാം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആണ് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ബോട്ടം റൗണ്ട് 6.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലത്തെ പോയിന്റ് താഴത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിൽ അലവൻസ് കൊടുക്കാം. അതിനുശേഷം മുകളിലത്തെ പോർഷനിൽ 1/2 ഇഞ്ചസ് ഇതുപോലെ നമുക്ക് അലവൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ചസ് ചെറുതായിട്ടൊന്ന് കർവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. നമുക്ക് അപ്പോഴേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സ്ലീവും ലെഫ്റ്റ് സ്ലീവും ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോവല്ലേ. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ സ്ലീവ് വെച്ചിട്ട് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു, ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസും അതുപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൽ നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ. ഇനി നമുക്ക് ഷോൾഡർ നല്ല വശവും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇനി നമുക്ക് താഴെ ഇരിക്കുന്ന ആ ലൈനിങ് പീസില്ലേ, അതിനെ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ പോയിന്റ് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നൊക്കെ കുത്തിയിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ലോക്ക് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറും ബാക്ക് നെക്കും രണ്ടാമത്തെ ഷോൾഡർ ഇതുപോലെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് ലൈനിങ് പീസും മെയിൻ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്നത് സ്ലീവിൻ്റെ ഹോൾ പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് ചുരിദാറൊക്കെ ചെയ്യുന്ന പോലെ സ്ലീവ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് പീസും മെയിൻ പീസും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ലൈസൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രസത്തിൽ നല്ല ഭംഗിയായിട്ട് സ്ലീവ് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.